അപ്പോൾ നമ്മൾ 10 ഹെഡ് ക്രോക്കിയാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ്. അതായത് നമുക്ക് ഇപ്പോൾ 10 ഹെഡ് ക്രോക്ക് ചെയ്യുമ്പോൾ 10 ബ്ലോക്ക് ഉണ്ടാവും. അതായത് 10 ഹെഡ് എന്ന് പറഞ്ഞാൽ 10, അതായത് ഒരു ബോഡീനെ നമ്മൾ 10ആയിട്ട് ഭാഗിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു ഭാഗം എന്ന് പറയുന്നത് 1.25 അപ്പോൾ നമ്മുടെ സ്കെയിലാണെന്ന് വെച്ച് ഈ സൈഡാണ് ഇഞ്ചസ് അല്ലേ, നമുക്കറിയാം ഈ സൈഡാണ് ഇഞ്ചസ് വരുന്നത്. അപ്പോൾ ഇത് 0 എന്നുള്ള പോയിൻ്റാണ്. 0 തൊട്ട് ഈ 1 വരെയുള്ളത് 1 ഇഞ്ചാണ്. ഇനി 1/4 ഇഞ്ച് വരുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ 1.25 എന്ന് പറയുമ്പോൾ 1 ഇഞ്ചും പ്ലസ് 1/4, ഓക്കെ 1.25. ഇനി ഈ സ്കെയിലിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രേറ്റ് ലൈൻ സെൻറ്ററിൽ കൊടുത്തിട്ട് ടേപ്പ് എടുത്തിട്ട് 1.25 ഇഞ്ച് വീതം നിങ്ങൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ 0 അടയാളപ്പെടുത്തി, ആദ്യത്തെ പോയിൻ്റ് ഇവിടെ 0. അത് കഴിഞ്ഞ് 1.25 ഇഞ്ച്, അതായത് ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇവിടം വരെ എത്തുമ്പോൾ 1 ഇഞ്ചായി. ഇനി ഇവിടേക്ക് വന്നപ്പോൾ 1/4 ഇഞ്ചായി, 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഒന്നെടുത്ത് 1 ഇഞ്ച് പിന്നെ 1/4 ഇഞ്ച്, 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അങ്ങനെ 10 ബ്ലോക്ക് നിങ്ങൾ നമ്പർ എഴുതാം. അപ്പോൾ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, 4, 5. ഈ താഴത്തേക്ക് ഇടണം. എൻ്റെ ബുക്കിൽ ഇതിൽ കൊള്ളില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റഫായിട്ട് കാണിച്ചു തരാൻ വേണ്ടി വരയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായി, ഇവിടുന്ന് 1 ഇഞ്ച് ഇവിടെ 1/4 ഇഞ്ച്, അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ 1 ഇഞ്ച് ഇവിടുന്ന് 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ 1, ഇവിടെ 1/4. ഓക്കെ, അപ്പോൾ എത്ര 5, 6, 7, 8, 9, 10 രണ്ടെണ്ണം കൂടി വേണം. ഇതിൽ നമുക്ക് ഒരെണ്ണം കൂടി വേണമെങ്കിൽ കൊള്ളിക്കാം. താഴത്തേക്കുള്ള ഭാഗം പറ്റില്ല, ഇല്ല, ഇത് 1 ഇഞ്ചേ ഉള്ളൂ, 1.25 വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ബോഡി 10 ഹെഡ് ബോഡിയുടെ പാർട്ട് വരുന്നത്. അതിൽ 1.25 ഇഞ്ചാണ്. എവിടം തൊട്ട് എവിടം വരെ എന്ന് പറയുന്നത് ഇതാ ഇവിടം തൊട്ട് 1.25. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിടുന്നത്, ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ, ഈ 0 to 1 എന്ന് പറയുന്നത് 1.25. ഓക്കെ, അപ്പോൾ അതാണ് ഹെഡ് എന്നുള്ള പോർഷൻ. ഇവിടം തൊട്ട് ഇവിടം വരെ ഹെഡ് പോർഷനാണ്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തത് ഷോൾഡറാണ്. അപ്പോൾ ഹെഡാണ് കേട്ടോ ഇത്. ഓക്കെ, ഹെഡ് എന്നുള്ള ഭാഗം ഇവിടം തൊട്ട് ഇവിടം വരെ. നമുക്ക് ഹെഡ് എന്ന് പറയുന്നത് 0 to 1 ആണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഷോൾഡർ എന്നുള്ള ഭാഗമാണ്. ഷോൾഡർ എന്നുള്ള ഭാഗം വരുന്നത് നമ്മുടെ ഈ 1 എന്ന് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ 1ൻ്റെയും 2ൻ്റെയും മിഡിലാണ്, സെൻറ്ററാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1.25 പകുതി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 1ൻ്റെ പകുതി നമുക്കറിയാം അരയാണ്, 1/4 പകുതി ഒരു 2 പോയിൻറ്റും കൂടിയും വരും. ഓക്കെ, ഇതാണ് നമ്മുടെ സെൻറ്റർ പോർഷൻ വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഷോൾഡറിനെ വരയ്ക്കണം. അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് ബസ്റ്റ് പോയിൻ്റാണ്. ബസ്റ്റ് പോയിൻ്റ് വരുന്നത് ഈ 2-ൽ തന്നെയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നത് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഏതാണ്, ഷോൾഡറാണ്. ഈ രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ബസ്റ്റ് പോയിൻ്റാണ് വരുന്നത്. ഇനി 1 തൊട്ട് 2 വരെ ഉള്ള പോയിന്റ് നമ്മൾ പറഞ്ഞ ഇത്രയും 1.25 ആണ്. ഇനി അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്യണം. 1.25ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് വരാം, അതായത് നമുക്കറിയാം 1 തൊട്ട് 1.25 വരെ കിട്ടും അല്ലേ. അപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് ഇവിടെ നിന്ന് നോക്കാം. ഇതാകുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, നമ്മൾ 10 എന്നുള്ള പോയിന്റ് ഇതാണ് വലിയ ലൈൻ. അപ്പോൾ ഇവിടെ വെച്ചു, ഇവിടം തൊട്ട് ഇവിടം വരെ 1.25 ഇഞ്ചാണ് വരുന്നത് അല്ലേ. ഇവിടം തൊട്ട് 1 ഇഞ്ച് ഇവിടേക്ക് വരുമ്പോൾ 1.25. അപ്പോൾ 1.25ൻ്റെ പകുതി ഇങ്ങനെ വരാം. 1 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. 1/2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു വലിയ പോയിൻ്റാണ് 1/4 ഇഞ്ചിൻ്റെ പകുതി വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3/4 ഇഞ്ച് വരും. 3/4 ഇഞ്ച് വരില്ല, എന്താ പറയുക, 3/4 ഇഞ്ച് തികച്ച് വരില്ല. 3/4 ഇഞ്ചിനേക്കാൾ ഒരു പൊടിക്ക് കുറവായിട്ട് വരാം. അപ്പോൾ എന്താണ് നമുക്ക് അതായത് അതായത് നമുക്ക് ഏകദേശം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഡിസ്റ്റൻസ് മനസ്സിലാവും. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ 1/2 ഇഞ്ച്, 1/2 ഇഞ്ചിനേക്കാളും 1/2 ഇഞ്ചിൻ്റെയും ഈ 3/4 ഇഞ്ചിൻ്റെ ഇടയിലുള്ള വലിയ ലൈനില്ല, ആ ലൈൻ വരുമ്പോൾ നമുക്ക് 1.25ൻ്റെ പകുതി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളതിവിടെ മാർക്ക് ചെയ്തു. ആ ലൈനാണ് നമ്മുടെ ഷോൾഡർ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഷോൾഡർ ലൈൻ എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തേക്കണേ. ഇനി രണ്ടാമത്തെ പോയിന്റിൽ വരുന്നതാണ് ബെസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതായത് ഇവിടെ നിന്ന് താഴത്തേക്ക് 2-ൽ നിന്ന് താഴേക്ക് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് കണ്ട, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ 1/4 ഇഞ്ച്, അല്ലെങ്കിൽ ഇതാ 10-ൽ ഞാൻ 2 പോലുള്ള പോയിന്റിൽ 10 വെച്ചു. ഇവിടേക്ക് വന്നപ്പോൾ 1/4 ഇഞ്ച്, ഇത് 1/2 ഇഞ്ച്, ഇത് 1 ഇഞ്ച്, ഇത് 1.25 ഇഞ്ച്. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച്, 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു.
അതവിടെ വെച്ചു. ഇനി അത് കഴിഞ്ഞ് എന്താണ്, അപ്പോൾ അതാണ് നമ്മുടെ ബെസ്റ്റ് ലൈൻ എന്നുള്ളൊരു പോർഷൻ വരുന്നത്. ഇതാണ് ബെസ്റ്റ് ലൈൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ബെസ്റ്റ് ലൈൻ. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിൻ്റാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ആ വയറിൻ്റെ ഒരു പോർഷനാണ് വേസ്റ്റ്. ആ ഒരു വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ 3ൽ നിന്ന് നമ്മൾ താഴത്തേക്ക്, അതായത് നമുക്കതിന് അതിലും എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ 3ൽ നിന്ന്